പ്രിയപ്പെട്ട JRC കൗൺസിലർമാരെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ JRC യൂണിറ്റ് JRCയുടെ വെബ്സൈറ്റിൽ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചെറിയ വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമ്മുടെ JRCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നമ്മൾ പ്രവേശിക്കുക. jrc.kerala.org എന്ന സൈറ്റിൽ ഗൂഗിൾ ക്രോമിലൂടെ പ്രവേശിച്ചാൽ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഇത് മൊബൈലിലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് യൂസർ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. ഇത് മുൻപ് ഉപയോഗിച്ച JRC കൗൺസിലർമാർക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ വർഷം പുതുതായി തുടങ്ങിയ യൂണിറ്റുകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട്. അത് ഈ വീഡിയോയുടെ അവസാനം കൂടുതലായിട്ട് ഒന്നുകൂടി വിവരിച്ച് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. ആദ്യം അപ്ഡേഷനാണ് പറയുന്നത്. മുൻപുള്ള യൂണിറ്റുകളുടെ അപ്ഡേഷൻ. നമ്മുടെ യൂസർ ID പാസ്വേഡ്, സ്കൂൾ കോഡാണ് യൂസർ ID പാസ്വേഡും വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ സൈറ്റിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നത് സ്റ്റുഡൻസ് ലിസ്റ്റ് എന്നാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. അത് മൊബൈലിൽ പോർട്രേറ്റ് മോഡലിൽ പിടിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് റിക്വസ്റ്റ് ചെയ്ത് മാറ്റി നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിലുള്ള സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും ലാസ്റ്റിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അപ്ഡേഷൻ നടത്താനുള്ള ഒരു ഭാഗമാണ്. അവിടെ വിദ്യാലയത്തിൻ്റെ കോഡ്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തത് അവിടെ ഉണ്ടാവും. JRC കൗൺസിലർമാരുടെ പേര് മാറ്റമുണ്ടെങ്കിൽ അത് മാറ്റി അവരുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. HMൻ്റെ പേര്, HMൻ്റെ മൊബൈൽ നമ്പർ, വിദ്യാലയത്തിൻ്റെ ഇമെയിൽ ID, എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുക. ഏറ്റവും അവസാനം വിദ്യാലയത്തിലെ കുട്ടികളുടെ എണ്ണമാണ് കൊടുക്കുന്നത്. UP ഹൈസ്കൂൾ അറ്റാച്ച്ഡ് സ്കൂളാണെങ്കിൽ UPയിലെയും ഹൈസ്കൂളിൻ്റെയും എണ്ണം കൊടുക്കണം. ഇൻഡിപെൻഡൻറ്റ് സ്കൂളാണെങ്കിൽ ആ രീതിയിൽ കൊടുത്തതിന് ശേഷം അവിടെ അപ്ഡേറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് എന്നുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അപ്ഡേഷൻ നിർവഹിച്ചു കഴിഞ്ഞു. ഇങ്ങനെ അപ്ഡേഷൻ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജില്ലയിൽ നിന്നും അപ്രൂവ് ചെയ്ത് തരണം. ജില്ലയിൽ നിന്നും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് നമ്മുടെ വിദ്യാലയത്തിൻ്റെ സൈറ്റിൽ ആഡ് ബട്ടൺ ഓപ്പൺ ആവും. ജില്ലയിൽ നിന്ന് അപ്രൂവ് ചെയ്യാത്ത പക്ഷം ആഡ് ബട്ടൺ ഓപ്പൺ ആവില്ല. ജില്ലയിൽ നിന്ന് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്ഡേഷൻ കഴിഞ്ഞ് നമ്മൾ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ജില്ലയിൽ നിന്ന് ഉടനെ തന്നെ അപ്രൂവ് ചെയ്ത് തരും. അങ്ങനെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ബട്ടൺ ഓപ്പൺ ആവും. ആഡ് ബട്ടൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അങ്ങനെ ആഡ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ഇൻ്റർഫേസ് വരിക. ഇതിൽ വിദ്യാലയത്തിലെ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, കുട്ടിയുടെ പേര്, ഇയർ, JRC ലെവൽ ഏതാണ് എന്നുള്ളത്, അതുപോലെ തന്നെ ഏത് ഡിവിഷനിലാണ് പഠിക്കുന്നത്, ക്ലാസ്, പിന്നെ മെയിലാണോ ഫീമെയിലാണോ, അതുപോലെ ബ്ലഡ് ഗ്രൂപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ഏതാണ്, സബ് ഡിസ്ട്രിക്ട് ഏതാണ്, അതുപോലെ മൊബൈൽ നമ്പർ, കുട്ടിയുടെ വീട്ടുപേര്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, പിൻകോഡ്, ഇതിൽ കാണുന്ന എല്ലാ രേഖകളും വെച്ചുകൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുട്ടിയെ ആഡ് ചെയ്യാം. തുടർന്ന് ആഡ് സ്റ്റുഡൻറ്റ് എന്നുള്ള ബട്ടൺ അമർത്തി ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് പുതുതായി ഈ വർഷം യൂണിറ്റ് ആരംഭിച്ച വിദ്യാലയങ്ങളുണ്ടാവും. അവർക്ക് യൂണിറ്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടതുണ്ട്. അവർ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് ആദ്യം വരിക. JRCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും. അതിൽ ഏറ്റവും ലാസ്റ്റിൽ സ്കൂൾ രജിസ്ട്രേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വരും. ഇത് പുതുതായിട്ട് ഈ വർഷം JRC യൂണിറ്റ് ആരംഭിച്ചവർക്ക് മാത്രമാണ്, ശ്രദ്ധിക്കുക. ഓൾറെഡി JRC യൂണിറ്റ് ഉള്ളവർ ഇത് ചെയ്യേണ്ടതില്ല. അപ്ഡേഷൻ, നേരത്തെ പറഞ്ഞ അപ്ഡേഷനാണ് ചെയ്യേണ്ടത്. പുതുതായി ഈ വർഷം JRC യൂണിറ്റ് ആരംഭിച്ച വിദ്യാലയങ്ങൾ ഇതുപോലെ അവരുടെ സ്കൂൾ കോഡ്, സ്കൂൾ നെയിം, പ്ലേസ്, സബ് ജില്ല, ജില്ല കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് വിദ്യാലയത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. അത് പ്രത്യേകം അതത് പുതുതായി ആരംഭിച്ച സ്കൂളിലെ JRC കൗൺസിലർമാർ ശ്രദ്ധിക്കുക. കൗൺസിലറുടെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, ഹെഡ് ഓഫ് ദി സ്കൂള് കാര്യങ്ങളെല്ലാം കൊടുത്ത് വിദ്യാലയത്തിൻ്റെ ഇമെയിൽ ID കൊടുത്തതിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിലെ ആകെ കുട്ടികളുടെ എണ്ണം, UPയിൽ എത്ര, ഹൈസ്കൂളിൽ എത്ര, ഇൻഡിപെൻഡൻറ്റ് സ്കൂളാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്ര എന്ന് അവിടെ കൊടുത്തതിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൻ്റെ യൂസർ IDയും പാസ്വേഡും അടിച്ചുകൊണ്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ് വേണ്ടത്. ലാസ്റ്റ് യൂസർ IDയും അതുപോലെ തന്നെ നമ്മുടെ യൂസർ ID സ്കൂൾ കോഡ് തന്നെയാണ്, പാസ്വേഡും കൂടി കൊടുത്തതിന് ശേഷം അവസാനം രജിസ്റ്റർ ബട്ടൺ അമർത്തി വിദ്യാലയത്തിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ അപ്ഡേഷൻ നടത്തി കുട്ടികളുടെ ആഡ് ബട്ടൺ ജില്ല ഓണാക്കി തരുന്നതിനനുസരിച്ച് കുട്ടികളെ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ സൈറ്റ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിദ്യാലയത്തിലെ A ലെവൽ, B ലെവൽ, C ലെവൽ പരീക്ഷകൾ കഴിയുമ്പോൾ അത് മാർക്ക് ആഡ് ചെയ്യേണ്ട വിധം കാര്യങ്ങളും അതിൻ്റെ രജിസ്ട്രേഷൻ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ പ്രോഗ്രാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നതും അതുപോലെ തന്നെ ജില്ലാതല, സ്റ്റേറ്റ് തല പ്രോഗ്രാമുകളെല്ലാം വീക്ഷിക്കാനുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഈ സൈറ്റ് നിരീക്ഷിച്ചാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിൽ പഠിക്കുന്ന JRC കുട്ടികൾ മറ്റേതെങ്കിലും വിദ്യാലയത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത്. ഒരിക്കലും നമ്മുടെ സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർക്കും. അപ്പോൾ ജില്ലാതലത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ വിദ്യാർത്ഥികളെ സൈറ്റിലേക്ക് ആഡ് ചെയ്യാൻ എല്ലാ കൗൺസിലർമാരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്